ആദ്യമായി ഞാൻ പറയുന്നു, എൻ്റെ ഈ മാസത്തെ മുഴുവൻ സോഷ്യൽ മീഡിയ വരുമാനവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്ക് പറയാനുള്ളത്, മതം നോക്കി, കുറി നോക്കി, തുണി നോക്കി സ്നേഹിക്കുന്ന ചില ആളുകളുണ്ട്. ആദർശം മാത്രം നോക്കി, അവൻ എൻ്റെ ആദർശക്കാരനാണോ, അവൻ എൻ്റെ പാർട്ടിക്കാരനാണോ, അവൻ എൻ്റെ സംഘടനയിൽപ്പെട്ട ആളാണോ എന്ന് സംഘടനയെ നോക്കി സ്നേഹിക്കുന്നവർ, ആദർശം നോക്കി സ്നേഹിക്കുന്നവർ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കി സ്നേഹിക്കുന്നവർ, അതേപോലെ കുറി നോക്കി, മതം നോക്കി, തുണി നോക്കി, അങ്ങനെ പല രീതിയിലും വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ നോക്കി മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു ദുരിതനിധിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഈ അവസരത്തിൽ പറയാൻ പാടില്ല. പക്ഷേ ഈ സമയത്ത് പോലും ദൈവത്തെ കളിയാക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ സമയത്ത് പോലും ഇങ്ങനെയുള്ള സമയത്തുകളല്ല നമ്മൾ നടത്തേണ്ടത്, മറിച്ച് പറഞ്ഞു പോവുകയാണ്. ചില വീഡിയോകൾ, ചില വാർത്തകൾ, ചില ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ പറഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ സമയത്ത് പോലും ചില ആൾ പറയും, ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് മറ്റേ ആളുകളെ മരിച്ചത്. ചില ആളുകൾ പറയും, ഈ ഭാഗത്ത് നമ്മളെ പാർട്ടിക്കാരാണ്, നമ്മളെ ആൾക്കാരാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ചില കമൻറ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായ വിഷമം തോന്നാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഈ മതം എന്തുകൊണ്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, മതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മുഴുവനായി കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് മതത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അവൻ്റെ മതവിശ്വാസത്തിനെ സംബന്ധിച്ച് ഹൈന്ദവരാണ് കേൾക്കുന്നതെങ്കിൽ ഹൈന്ദവ മതവേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, മധുർവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, അങ്ങനെ നിരവധി. അതിനെ തന്നെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതേത് നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം. ഭഗവത്ഗീത വായിക്കാം, ഋഗ്വേദോ, സാമവേദോ, അഥർവേദോ, യജുർവേദോ, ഏതും നിങ്ങൾക്ക് വായിക്കാം. വീട്ടിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം എന്താണ് വേദങ്ങൾ പറയുന്നത്, അവിടെ മനുഷ്യന്മാരോട് പരസ്പരം പെരുമാറുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ദൈവവിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്. അതുപോലെ ക്രൈസ്തവരാണ് കേൾക്കുന്നതെങ്കിൽ നിരവധി ക്രൈസ്തവ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാടുണ്ട്, അല്ലാതെയുണ്ട്. നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ ആദർശമോ എൻ്റെ വിശ്വാസമോ എൻ്റെ മതമോ അവർക്കൊരു വിഷയമാകാറില്ല. പരസ്പരം നല്ല കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇന്നലെയും ഈ അടുത്തും മിനിഞ്ഞാന്നൊരു ദിവസവും വിളിച്ച് സംസാരിച്ചു നമ്മളെ ഷാജേട്ടൻ്റെ മോനോട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ട്. അവർ ഒരുപാട് എൻ്റെ വീഡിയോകൾ കാണാറുണ്ട്. അപ്പോൾ ഈ അത് പുതിയ നിയമമായാലും പഴയ നിയമമായാലും ബൈബിൾ ഒരു പാർട്ടിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് ഒരു പാർട്ടിയെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൽ അത്ഭുതമായി തോന്നിയത് മാതാവിനോട് പെരുമാറുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. അതെന്തെന്ന് വെച്ചാൽ, ആ ബൈബിൾ ഇറങ്ങുന്ന സമയത്തുള്ള ആളുകൾ, അത് ഇറങ്ങുന്ന സമയത്തുള്ള ആളുകൾക്ക് എന്തുണ്ടായിരുന്നു, ഒരുപാട് മാതാവിനോട് മോശമായി പെരുമാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പലരും എടിയെന്ന് മാതാവിനെ പേര് വിളിക്കുന്ന, അതുപോലെ എടിയെന്ന് വിളിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വചനങ്ങൾ മാതാവിനെക്കുറിച്ചും സ്ത്രീകളോട് പെരുമാറുന്നതിനെക്കുറിച്ചും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. ഒരുപാട് ഉപമകളുണ്ട് ബൈബിളിൽ. വെറുതെ പറയുകയല്ല, ഒരുപാട് പണ്ഡിതന്മാരുടെ ബൈബിൾ പ്രഭാഷണങ്ങൾ കേട്ടും ഒരുപാട് വായിച്ചും വീട്ടിൽ വെച്ച് വായിച്ചും അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഉപമകളുണ്ട്, നല്ല നല്ല ഉപമകൾ. അത് വായിക്കാം. ഇനി പ്രിയപ്പെട്ട മുസ്ലിങ്ങളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നമുക്കറിയാം, വിവിധ വിധത്തിൽപ്പെട്ട ആളുകൾ കേൾക്കാറുണ്ട്, നല്ല കമൻറ്റുകൾ പറയാറുണ്ട്. ഈ അടുത്ത് കുട്ടി കമൻറ്റ് പറഞ്ഞത്, അപ്പോൾ ഇന്നലെ ഒരു മാതാവ് പറഞ്ഞു, ഒരു കുട്ടി കമൻറ്റ് പറഞ്ഞത്, ഹംസ കാക്കച്ചാക്ക് ഭ്രാന്തായി. ഞാൻ കേട്ട് ചിരിച്ചു. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, ദിവസം 5 വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, എന്തോ ഭ്രാന്തായിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത്, ഒരുപാട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാം നോക്കണ്ട. എൻ്റെ എല്ലാ വീഡിയോ നോക്കണം ഞാൻ ഒരാളോടും പറയില്ല. നിങ്ങൾക്കതിൽ ആവശ്യമുള്ള ടോപ്പിക്ക് മാത്രം നോക്കിയാൽ മതി. അതാരുടെ വീഡിയോ ആയാലും നിങ്ങൾക്ക് ആവശ്യമില്ല മാത്രം നോക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കും. 1-2 വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം വിശ്വാസികളാണെങ്കിൽ, ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ പോലും, മതം അധികമായി പഠിച്ച ആളുകളാണെങ്കിൽ പോലും, ചില ആളുകളൊക്കെ പറയുന്ന വാർത്തകൾ അവരും പറയാറുണ്ട്, ആ ഒരു പ്രദേശത്ത് ഒരുപാട് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ സംഘടനാ തലത്തിൽ മാത്രം നോക്കി സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും, ഇപ്പോൾ ഞാൻ പ്രത്യേക പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ ചില ആളുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. ചില ആളുകൾ എന്നോട് നാട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു മുണ്ടെന്ന് പോലും ഇല്ല എന്നോട്. അപ്പോൾ നീ പഠിച്ച മതമല്ല അവർ പഠിച്ചതെന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ട് നാട്ടിൽ വെച്ച്. ഞാൻ പറയും, ഞാൻ പഠിച്ച മതം തന്നെ ആയിരിക്കും അവരും പഠിച്ചത്. അവർ മനസ്സിലാക്കിയ രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം. മതത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാതിരിക്കാം. ഖുർആനെക്കുറിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ചോ അവർക്ക് അറിയാതിരിക്കാം. പണ്ട് 1-ാം ക്ലാസ്സോ 3-ാം ക്ലാസ്സോ മദ്രസ പോയി മതിയാക്കി പിന്നീടുള്ള കാലത്തൊന്നും പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം കുത്തുബകളും അതിൻ്റെ പരിഭാഷകളും പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനും അതിൻ്റെ പരിഭാഷയും, അതുപോലെ നിരവധി സുപ്രധാനമായ 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് സഹീഹ് ബുഖാരി മുസ്ലിമിൻ്റെ ഒക്കെ പരിഭാഷ എടുത്ത് നിങ്ങൾക്ക് വായിക്കാം. ബുഖാരി മുസ്ലിമിൻ്റെ പരിഭാഷയുണ്ട്, മലയാളത്തിലുണ്ട്. അതുപോലെ ഖുർആൻ്റെ പരിഭാഷകളുണ്ട്, അത് വായിക്കാം.
ഒരുപാട് പ്രഭാഷണങ്ങൾ തന്നെ യൂട്യൂബിൽ നിരവധി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ അത് കേൾക്കാം. ഇത് കേട്ട് മനസ്സിലാക്കി എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെ വർത്തിക്കണം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മതവിശ്വാസികളും നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മനസ്സുമായി ജീവിക്കുന്നവരാണ് നമ്മൾ, ഒരേപോലെ ജീവിക്കുന്നവർ. ഒരു പ്രയാസം വരുമ്പോൾ ഇപ്പോൾ മുഴുവൻ ആളുകളുടെയും സംസാരം എന്താ, എങ്ങനെ അവരെ വയനാട്ടിലുള്ള ആളുകൾ എങ്ങനെ സഹായിക്കാം, അവരെ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കാം, സാമ്പത്തികമായി എങ്ങനെ അവരെ സഹായിക്കാം, എങ്ങനെ അവർക്ക് വീട് വെച്ച് നൽകാം, എങ്ങനെ ഒരു കുട്ടിക്ക് ഒരു മുലപ്പാൽ നൽകുന്നതിനെക്കുറിച്ച് എങ്ങനെ ആ ഒരു കുട്ടിയെ സംരക്ഷിക്കാം. ഓരോ വീടുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ നെഞ്ചു പൊട്ടുന്ന വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ അവരെ സഹായിക്കണം. വീട് വെച്ച് നൽകണോ, അത് 5 കോടി യൂസഫ് അലി നൽകാമെന്ന് പറഞ്ഞു, അത് 10 ലക്ഷം അനിൽ ബാലചന്ദ്രൻ നൽകാമെന്ന് പറഞ്ഞു, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ബിസിനസ്മാൻ. അങ്ങനെ നിരവധി ആളുകൾ എങ്ങനെ ഓരോരോ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ചെറിയ ആളുകൾ എങ്ങനെ സഹായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അതുമാത്രമല്ല, ഇപ്പോൾ ഞാനും നൗഷാദത്തിൻ്റെ 5000 രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ കൈവിൻ്റെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, മതത്തെക്കുറിച്ച് അഗാധമായി നമ്മൾ ചില സന്ദർഭങ്ങളിൽ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ മതത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ബൈബിളായാലും അതുപോലെ വേദങ്ങളായാലും അതുപോലെ മതപരമായി മുസ്ലിം മതവിശ്വാസികളാണെങ്കിൽ ഖുർആനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും ചെറിയൊരു ധാരണകൾ നിങ്ങൾക്കുണ്ടാകണം, ചെറിയൊരു അറിവ് നമുക്കുണ്ടാകണം. അത്യാവശ്യം എല്ലാം നമ്മൾ പഠിച്ചിട്ട് പറയാമെന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, അത് ഒരിക്കലും സാധ്യമല്ല. നമുക്ക് അത്യാവശ്യം പഠിച്ചത് എന്താണോ അത് പറയാം. അന്നി ഒലവ് ആയ, പ്രവാചകൻ പറഞ്ഞു, അന്നി ഒലവ് ആയ. ഇതിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ പഠിച്ചെങ്കിൽ ഒരായത്ത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. അപ്പോൾ ഒരായത്ത് ഒരു ദിവസം പഠിച്ചാൽ നമ്മൾ ഒരുപാട് പഠിക്കാണ്ട്, ഒരു കാര്യം ഒരു ദിവസം പഠിച്ചാൽ മതി. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിക്കാൻ പോകും. ഇന്നിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന വിഷയം, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. എൻ്റെ പറഞ്ഞു വരുന്ന വിഷയം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് തെറ്റുകളിൽ ജീവിച്ചിട്ടും രക്ഷപ്പെട്ടു പോയ 2 ആളുകളുടെ കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരാൾ വന്ന് ഒരു മനുഷ്യൻ്റെ കഥ എങ്ങനെയാണ്, പ്രവാചകൻ പറഞ്ഞു. ഒരവസരത്തിൽ പ്രവാചകൻ പറയുകയാണ് ആളുകളോട്, പ്രവാചകൻ സഹാബികളോട് പറയുകയാണ്, ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരുപാട് തിന്മകളും ചെയ്ത ഒരാളുണ്ടായിരുന്നു. അങ്ങനെ 2 ആളുകൾ, ഒരാൾ ഭയങ്കരമായ നന്മയിൽ, ഒരാൾ ഭയങ്കരമായ തിന്മയിൽ. അങ്ങനെ നിരന്തരമായി ഇവൻ ഉപദേശിക്കാൻ തുടങ്ങി. നന്മയിൽ ജീവിക്കുന്ന ആളെ ഉപദേശിക്കാൻ തുടങ്ങി. നന്മയിൽ ജീവിക്കുന്ന ആളെ ഉപദേശിച്ച് ഒരു ദിവസം ഇദ്ദേഹത്തിന് സഹികെട്ട്. കാരണം ഒരിക്കലും അനുസരിക്കുന്നില്ല, ഇവൻ നന്മയിലേക്ക് വരുന്നില്ല പറയുന്നല്ലാതെ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കൊരിക്കലും അള്ളാഹു പുറത്തു തരില്ല എന്ന്. കാരണം നീ നിൻ്റെ വഴിക്ക് പോയിക്കോന്ന് പറഞ്ഞ ആൾ ഉപദേശിച്ചുകൊണ്ടിരിക്കെ ആ മനുഷ്യൻ പറഞ്ഞു, ആ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നീ നിൻ്റെ വഴിക്ക്, എന്നെയും എൻ്റെ റബ്ബിനെ വിട്ടേക്ക്, ഞങ്ങളെ വിട്ടേക്ക്, നീ നിൻ്റെ വഴിക്ക് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഈ നല്ല മനുഷ്യൻ, സാലിയായ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും അള്ളാഹു നിനക്ക് പുറത്തു തരില്ല എന്ന്. ഭയങ്കര ഗൗരവപ്പെട്ട വാക്ക്. നമുക്കറിയാം വാക്കിൻ്റെ ഇതെത്രയാണ് ഗൗരവം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 2 പേരും മരിച്ചു, പരലോകത്തെത്തുമ്പോൾ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ എന്തുകൊണ്ട് ഞാൻ പുറത്തു തരില്ലെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞു? അതുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും, ഈ പറഞ്ഞ വ്യക്തിയെ, ഒരിക്കലും അള്ളാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ, വളരെ ഗൗരവമായ ആ വാക്ക് പറഞ്ഞ വ്യക്തിയെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അത് ഒരുപാട് തിന്മകൾ ചെയ്ത വ്യക്തിയാണ്, രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കൊരാളെയും ഏറ്റവും വലിയ അനുഗ്രഹമായി, ദൈവത്തിൻ്റെ അനുഗ്രഹമായി എനിക്ക് തോന്നാറുള്ള കാര്യം, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. വായു നൽകി, വെള്ളം നൽകി, ശ്വസിക്കുന്ന വായുവിനൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ എത്ര ക്യാഷ് കൊടുക്കേണ്ടത്. വെള്ളം നൽകി, സുമിതമായ വെള്ളം, കുടിക്കാൻ വെള്ളം, ശ്വസിക്കാൻ വായു, ഭക്ഷണവും, ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് ജീവികൾ, ഏകകോശ ജീവിയായ അമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമീങ്കരം വരെയുള്ള സകല ജീവികളെയും മനുഷ്യർക്ക് വേണ്ടി അധീനപ്പെടുത്തുമെന്ന് ഇവിടെ നമ്മൾ സൃഷ്ടിച്ചു. പരവതാനി പിടിച്ചൊരു രാജാവ് വരുമ്പോൾ, പരവതാനി പിടിച്ചൊരു അതിഥി വരുമ്പോൾ, നമ്മൾ ഒരു അതിഥിയെ ഈ രാജ്യത്തിൻ്റെലേക്ക് വരുമ്പോൾ, ഒരു അതിഥിയെ എങ്ങനെ മറ്റൊരു രാജ്യം സ്വീകരിക്കുന്നുവോ, ഒരു നാട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു നാട്ടിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ, അതുപോലെ ഈ ഭൂമിയെ സജ്ജമാക്കി മുഴുവൻ പരവതാനി വിരിച്ച് സസ്യങ്ങളെയും ചെടികളെയും പുഷ്പങ്ങളെയും ജീവികളെയും എല്ലാ കടലും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സജ്ജീകരിച്ചു കൊണ്ട് റെഡിയാക്കിയ പിന്നെയാണ് ഭൂമിയിലേക്ക് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഇത്ര വലിയ കാരണം, ഇതൊക്കെ കാരണമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാരണത്തിൽപ്പെട്ട ഒരു കാരുണ്യം നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചു എന്നാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് തലയണ കരയുമായിരുന്നു എന്ന് ചില ആളുകൾ എഴുതിയത് നമുക്കാണ്. ഏത് വീഡിയോ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. തലയണകൾക്കറിയാം നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ അവസ്ഥകൾ. കാരണം തലയണ മറ്റൊരു വിഷയമാണ്. അതുപോലെ നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചു എന്നത് വലിയൊരു നിഹമത്താണ് അല്ലാഹു ചെയ്ത, ദൈവം ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം. എൻ്റെ പൂർണ്ണമായി നിങ്ങൾക്കറിയുമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണില്ല. എൻ്റെ അത്രയും മാത്രം തെറ്റുകളുണ്ടാകും എൻ്റെ പഴയകാല ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ തെറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എന്നെ കാണുകയോ, എന്നെ വാച്ച് ചെയ്യുകയോ, എന്നെ സ്നേഹിക്കുകയോ, എൻ്റെ സംസാരം കേൾക്കുകയോ ചെയ്യില്ല.
അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും തെറ്റുകൾ മറച്ചു വെച്ചു ദൈവം എന്നത് ദൈവം മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ കാരണത്തിൽപ്പെട്ടതാണ്. അതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് നല്ല മനുഷ്യനായിട്ട് സ്വർഗത്തിൻ്റെ അവകാശമായിട്ട് മരിക്കുമോ അല്ല നരകത്തിൻ്റെ അവകാശമായിട്ടാണോ മരിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. ദൈവം മറച്ചു വെച്ചു. ദൈവം മനുഷ്യനോട് കാണിച്ച ഏറ്റവും വലിയ കാരണത്തിൽപ്പെട്ട കാരുണ്യമാണത്. കാരണം നമുക്കൊരു പണ്ഡിതനായ മനുഷ്യനെ കൊണ്ടുവരും, പരലോകത്ത് വെച്ച് കൊണ്ടുവരപ്പെടും. കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ നരകത്തിലേക്ക് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യമായി കൊണ്ട് വലിയ പണ്ഡിതനാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ചെയ്ത നിയ്യത്ത് തെറ്റിപ്പോയി. അല്ല, ഏതൊരു ഹദീസ് ഗ്രന്ഥവും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന ഹദീസ് എന്താ? ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത്. നമ്മൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. അതും ദൈവത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം എന്താ? ഈ പണ്ഡിതനായ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, റമദാൻ മാസം നോമ്പ് നോക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ദീനീപ്രമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് എന്താണ്? ജനങ്ങൾക്കിടയിൽ ഞാൻ നല്ലവനാകണം, ജനങ്ങൾക്കിടയിൽ ഞാൻ ഭയങ്കര പണ്ഡിതനാകണം, ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ആലിമാകണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത്. അതുകൊണ്ട് തെറ്റിപ്പോയി. അങ്ങനെ 3 ആളുകളെ കൊണ്ടുവന്നു. 3 നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തെറ്റിപ്പോയത് നമുക്കാണ്. ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് ഒരു യുദ്ധത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു യുദ്ധത്തിൽ മരിച്ച ആളുകൾ യുദ്ധത്തിൽ ചെയ്ത ഒരാളെ പറ്റി പറഞ്ഞത്. അദ്ദേഹം അത് സഹാബികൾ പറഞ്ഞാൽ ഭയങ്കര രക്ഷപ്പെട്ടു പോയി, സ്വർഗത്തിലായിപ്പോയി. പ്രവാചകൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ പറയരുത്, അദ്ദേഹം നരകത്തിലാണെന്ന് പറഞ്ഞു. സഹാബികൾക്ക് അത്ഭുതപ്പെട്ടു പോയി. സംഭവം എന്താ? അവസാനം ഈ വേദന താങ്ങാൻ സ്വയം ആത്മഹത്യ ചെയ്ത് മരിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിയ്യത്ത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ലവനാണോ പൊട്ടാണോ മോശമാണോ നല്ലതാണെന്ന് പറയാൻ ഒരിക്കലും ഒരു മനുഷ്യൻ ഇവിടെ വെച്ച് നമുക്ക് സാധ്യമല്ല. ചില മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടും ചിലത് കൊണ്ടും പണ്ഡിതന്മാർ പറയാറുണ്ട്, ഓക്കെ. മറിച്ച് ഒരു പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നന്മയിലായിരുന്നോ തിന്മയിലായിരുന്നോ എന്ന് നമ്മൾ അതേപോലെ മറ്റൊരു സംഭവം ഞാൻ ഒരു സംഭവം പറഞ്ഞു, ഒരു ചരിത്രം. അതുപോലെ ഒരു സംഭവം, ഒരു മനുഷ്യൻ പഴയ കാലത്ത് ഇസ്രായേലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ ബേജാറായി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശരീരം നിങ്ങൾ കത്തിച്ച് ഭസ്മമാക്കിയിട്ട് ഒരുപാട് 7 കടലിലായിട്ട് ഇങ്ങനെ ഒഴുക്കി കളയണം, ഭസ്മം ഇങ്ങനെ ഭിന്നിച്ചിട്ട്. അത്രക്കും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമല്ലോ, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തതാണ്. പണ്ട് ജാഹിലിയ കാലത്ത്, അറിവില്ലാത്ത കാലത്ത്. ഇന്ന് നമുക്കറിയാം എങ്ങനെ ജീവിച്ചാലും ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ കത്തി പൊടിപൊടിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും അതിൻ്റെ ഒരു സാധനം കിട്ടിയിട്ട് അതിന് എങ്ങനെ സംഭവിച്ചു എന്നും എന്താണ് അവസാനമായി പറഞ്ഞതെന്നൊക്കെ രേഖപ്പെടുത്തുന്ന കേൾക്കുന്ന ഒരവസ്ഥ ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞാൽ അതുപോലെ ഒരു മനുഷ്യനെ മുഴുവനായി എല്ലാക്കിയിട്ട് കത്തിച്ച് ദ്രവിച്ച് കളഞ്ഞാലും ഒരു മോതിരത്തിൻ്റെ രൂപത്തിൽ മോതിരമാക്കി ഒരു വജ്രമാക്കിയിട്ട് സൂക്ഷിക്കുന്ന അവസ്ഥ ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നാം പരലോകത്തെ പറ്റി പറയുമ്പോൾ ഇതൊന്നും വിശ്വസിക്കാത്ത ഒരവസ്ഥ, ഇതെങ്ങനെ വിശ്വസിക്കുന്നു നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇന്ന്. കാരണം എന്താ? അത്രക്കും ഇന്ന് നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ് കാഴ്ചയിൽ ഓരോ കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കുകയാണ്, പഠിക്കുകയാണ്. ശാസ്ത്രീയമായി ഒരുപാട് പുരോഗമിച്ചപ്പോൾ നമ്മളെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വിശ്വാസം നിന്ന് തെറ്റിപ്പോവുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസം. ഏതൊരു മനുഷ്യൻ്റെയും പഠിക്കുകയാണെങ്കിൽ മനസ്സാവാതെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വാസം വർദ്ധിക്കും. അതേപോലെ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ കത്തിച്ച് ചാമ്പലാക്കി ഇങ്ങനെ കടലിലൊക്കെ ഒഴുക്കി കളയണം. അങ്ങനെ ഇങ്ങനെ ഒഴുക്കിയ മനുഷ്യന് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു വന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഈ പേടിച്ചിട്ടാണല്ലോ ചെയ്തത്, ഇതാ കൊണ്ടുവന്നിട്ട്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്, എന്തായാലും ഞാനൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പെട്ടുപോയി, നാളെ പിടിക്കും. അതുപോലെ ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. ഒരുപാട് തെറ്റിൻ്റെ രേഖകളുണ്ട് അവൻ്റെ കയ്യിൽ. നന്മയായിട്ട് വളരെ കുറച്ച്, ഒരു ലാഹിലാഹിലുള്ള ഒരു കലിമത്ത് ഉറച്ച വിശ്വാസ പ്രവാചകൻ അല്ലാഹു അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. പക്ഷേ ബാക്കി ഒരുപാട് തെറ്റുകളുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. ചരിത്രത്തിലൂടെ പാഠത്തിലൂടെ പണ്ഡിതന്മാരുടെ വിഷയത്തിലൂടെ ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യും ഒരു കലിമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു നല്ല കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ നായക്ക് വെള്ളം കൊടുത്ത സംഭവം നമുക്കറിയാവുന്നതാണ്. നായക്ക് വെള്ളം കൊടുത്തു മോശപ്പെട്ട സ്ത്രീ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മോശപ്പെട്ട സ്ത്രീയാണ്. പക്ഷേ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ദാഹിച്ച് പറഞ്ഞ നായയുടെ അവസ്ഥ എന്താ? ഷൂവിൽ വെള്ളം കോരി കൊടുത്ത ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. അത് ഒരു ഹദീസാണ്. മറ്റൊരു സംഭവമാണ്. നായക്ക് വെള്ളം കൊടുത്തൊരു സ്ത്രീയുടെ ചരിത്രവുമുണ്ട്. പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയ കഥ. അതൊക്കെ നമുക്ക് പണ്ടേ കേട്ട് മനസ്സിലിങ്ങനെ ഉറച്ചു പോയ ചരിത്രങ്ങളാണ് ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? അപ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ച കാര്യമാണ്. ആരാണ് നന്മയിൽ, ആരാണ് തിന്മയിൽ, ആരാണ് നല്ലവൻ, ആരാണ് മോശപ്പെട്ട കമൻറ്റുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കൊരാൾക്കും അറിയില്ല നാളെ അങ്ങനെ മരിച്ചു വീഴുന്നതെന്ന്. ഒരുപാട് നന്മയിൽ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് മോശമായിട്ട് മരിച്ചാലും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നന്മയിൽ ജീവിച്ച് അതേ രീതിയിൽ നന്മ ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആ വ്യക്തി ഒരിക്കലും തിന്മയിലായി മരിക്കുകയില്ല, നന്മയിലായിട്ട് മരിക്കും.
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സുദീർഘിച്ചു പോയി എൻ്റെ സംസാരം. ഇന്നത്തെ സംസാരം ഇത് വിഷയത്തിൻ്റെ ഒരിതായി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലേ? കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ കാണാനും തുണി നോക്കി, കുറി നോക്കി, മുഖം നോക്കി, അവൻ്റെ ആദർശം നോക്കി, ജാതി നോക്കി, മതം നോക്കി, രാഷ്ട്രീയം നോക്കി സ്നേഹിക്കാനോ ആദരിക്കാനോ ഒന്നും നിൽക്കാതെ മറിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനും, അല്ലേ? ഇന്നലെ ഒരാളെ എഴുതിയ കുറിപ്പ് നമ്മൾ കണ്ടു. മൃഗം മനുഷ്യനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. മനുഷ്യനാണെങ്കിലോ മോശപ്പെട്ട മനുഷ്യനായി മാറിയിരിക്കുന്നു. മൃഗം മനുഷ്യനായും മനുഷ്യൻ മൃഗമായും മാറിയിരിക്കുന്നു എന്ന ഒരു കുറിപ്പ് ഞാൻ ഇന്നലെ വായിച്ചതാണ് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ മതത്തെക്കുറിച്ച് അഗാധമായി പഠിക്കുക, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അഗാധമായി പഠിക്കുകയും മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കുകയും നല്ല രീതിയിൽ പരസ്പര സഹകരണത്തോടെ, അല്ലേ, ഒരു ജാതി ഒരു ജനത എന്ന് പറഞ്ഞ പോലെ ഒരു ഐക്യത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ അറിവ് പ്രയോജനം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു ഐക്യത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല അറിവ് നമ്മൾക്ക് വേണം. മതപരമായി അഗാധമായ അറിവ് പഠിക്കണം, അല്ലേ? ഏതൊരു വിഭാഗത്തിൽ വിശ്വസിക്കുമ്പോഴും, ഏതൊരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും മറ്റൊരു രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ അവനോട് ദേഷ്യമോ പുച്ഛമോ കൊല്ലാനുള്ള ദേഷ്യമോ അല്ല വേണ്ടത്. മറിച്ച് നേതാക്കന്മാർ നിങ്ങൾ കാണുന്നില്ല, ഒരേ വേദിയിൽ ഇരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് ഇതാക്കുന്നു. അതുപോലെ മതസംഘടനപ്പെട്ട ആളുകളെ നമ്മൾ കാണുന്നു. ഗാന്ധപുരം ഉസ്താദ് ആയിക്കോട്ടെ, AP വിഭാഗത്തിൻ്റെ വലിയ ഉസ്താദന്മാരായിക്കോട്ടെ, EK വിഭാഗത്തിൻ്റെ ഉസ്താദന്മാരായിക്കോട്ടെ, മുജാഹിദ് സംഘടനപ്പെട്ട ആളുകളെ ഒരേ വേദിയിൽ ഒരു മാമിൻ്റെ കീഴിൽ അവർ നിസ്കരിക്കുന്നതായി നമ്മൾ പല വേദിയിലും കണ്ടിട്ടുണ്ട്, ഇനിയും കാണുകയും ചെയ്യും. അപ്പോൾ നേതാക്കന്മാർക്കിടയിൽ പ്രശ്നമില്ലാതെ അണികളിൽ പ്രശ്നമുണ്ടാകരുത്. അങ്ങനെ ഐക്യത്തോടെ നമ്മൾക്ക് ജീവിക്കാനുള്ള അറിവ് നമ്മൾ സ്വയത്തമാക്കണം, അറിവ് സ്വീകരിക്കണം, അറിവ് നമ്മൾ നേടണം. എന്നിട്ട് ഐക്യത്തോട് കൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഇവിടെ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.